നമ്മുടെ സിനിമയിൽ പറഞ്ഞില്ലേ ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ ആണെന്ന്. അതുപോലെ തന്നെയാണ് ബാർലി ജാവയും സിമ്പിൾ ആൻഡ് പവർഫുൾ. ഗട്ട് ഹെൽത്തിനും ക്ഷീണം മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റ് സ്പെഷ്യൽ ആണെങ്കിലും ഇത് ആർക്കും ഉണ്ടാക്കാം. നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വളരെ കുറച്ച് മതിയാവും ഒരു 5-6 പേർക്കുള്ള ബാർലി ജാവ ഉണ്ടാക്കാൻ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഷെയർ, ലൈക്ക്, കമന്റ് ഒന്നും മറക്കരുത്. ബാർലിയുടെ 100 ഗ്രാം പാക്കറ്റ് പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നല്ല പൊടിയുണ്ട്. ബാർലിയുടെ പൊടിയും ഉണ്ടാവും, അല്ലാത്ത പൊടിയും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതൊരു 5-6 പേർക്കുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബാർലിക്ക് കുതിരാനുള്ള സമയം കൊടുക്കാതെ ഒരു 2-3 തവണ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം നല്ല വെള്ളത്തിൽ. ഇതായിപ്പം ബാർലി 2-3 തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ബാർലി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ചൂടുള്ള പാനിലേക്ക് കഴുകിയ ബാർലി പെട്ടെന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കരിഞ്ഞു പിടിച്ചു പോകാതിരിക്കാനാണ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ബാർലി ചേർത്തിട്ട് ഉടനെ തന്നെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം, ഇളക്കി കൊടുക്കാൻ തുടങ്ങാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. വെള്ളമൊക്കെ ഒന്ന് വറ്റി ബാർലി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ബാർലിയുടെ നിറം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ, അതിൽ നിന്ന് ഒരു കിലുകില ശബ്ദം കേൾക്കുന്നത് വരെ നമുക്ക് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ ബാർലിയുടെ നിറം ഈ ഒരു പാകമാവുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. ബാർലി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, അതായത് ഒരു വാം സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ ചെറിയ തരിതരിപ്പുള്ള രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ. ഇനി ഈ പൊടിച്ചതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കൂമ്പാരമായിട്ട് തന്നെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. ഇനി ഇതൊരു സ്ലറി ആക്കി എടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ബാക്കി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ചേർത്ത് വെക്കാം. വീട്ടമ്മമാരാണ് ഈ റെസിപ്പി ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും കൂടുതൽ വീട്ടുജോലികൾ എടുക്കുന്നത്, ദേഹം അനങ്ങി പണിയെടുക്കുന്നത്. അത് മാത്രമല്ല, സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാനും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും ഇത് വളരെ നല്ലതാണ്. ബാർലിയുടെ സ്ലറി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 1 ലിറ്റർ വെള്ളം, അതായത് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഈ പാൻ 2 മുതൽ 2.5 അല്ലെങ്കിൽ 3 ലിറ്റർ കൊള്ളാവുന്ന ഒരു പാൻ ആയിരിക്കണേ എടുക്കേണ്ടത്. ബാർലി ഒരു ആൽക്കലൈൻ ഫുഡാണ്. അതിന്റെ ആൽക്കലൈൻ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 സെന്റിമീറ്റർ നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ചെറിയ എരിവിന് വേണ്ടി 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സ്പൈസി പച്ചമുളകാണ്. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഉപ്പ് നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാർലിയുടെ സ്ലറി ചേർത്ത് കൊടുക്കാം. സ്ലറി ചേർക്കുന്നതിന് മുന്നേ നന്നായി ഒന്നുകൂടി ഇളക്കിയിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഇത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കാൻ തുടങ്ങണം, ഇല്ലെങ്കിലും കട്ട പിടിക്കും. ഇപ്പം ഇതിന്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോ, നല്ല വാട്ടറിയാണ്. ഇനി ഇതൊന്ന് കട്ടിയായി വരണം. ഇനി ഇതൊന്ന് 1 മുതൽ 1.5 മിനിറ്റ് വരെ തിളയ്ക്കാൻ വിട്ടേക്കാം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയായി കിട്ടും. ഒരുപാട് കട്ടിയാക്കണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ കട്ടിയാവും. ഇപ്പൊ ഇതാ പാകത്തിന് കട്ടിയായിട്ടുണ്ട്. ആ തരികളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം, അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. നമുക്ക് ബാക്കിയുള്ള നമ്മളെ പൊടിച്ച പൊടി ഉണ്ടല്ലോ, അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് എടുത്തു വെക്കാം. ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒരു 4 to 5 months ഇരിക്കും. പുറത്താണെങ്കിൽ ഒരു 2 months വരെയൊക്കെ ഈ പൊടി ഒരു കേടും കൂടാതെ ഇരിക്കും.
ഇനി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബാർലി വെള്ളം ഉണ്ടാക്കാനും ഈ പൊടി ഉപയോഗിക്കാം. ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന വെള്ളത്തിന്റെ പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് തൈരാണ്. മീഡിയം പുളിയുള്ള തൈര് എടുക്കുന്നതാണ് നല്ലത്. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഒരു 2 പൾസ് കൊടുത്ത് എടുത്താൽ മതി. ഇതാ തൈരിപ്പം നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വല്ലാതെ അങ്ങോട്ട് പുളിയുള്ള തൈര് ചേരില്ല കേട്ടോ. പുളി എടുത്ത് നിൽക്കാൻ പാടില്ല. ഒരു മീഡിയം പുളിയാണ് നല്ലത്. ഇത് അപ്പോഴേക്കും നമ്മുടെ ബാർലി ഒരു ചെറു ചൂട് പരുവം എത്തിയിട്ടുണ്ട്. കൂടുതൽ തിക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ അടിച്ചു വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്ത ഉപ്പ് ചിലപ്പോൾ മതിയാവാതെ വരും. നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എടുത്തത് പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുളിപ്പ് കൊടുക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവിടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ്ലി ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു നോ ഒനിയൻ റെസിപ്പിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒനിയൻ ചേർത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം പറയട്ടെ, ബാർലി 60 ഗ്രാം ഡെയിലി എടുക്കുന്നത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. പക്ഷേ എക്സസീവ് ആയിട്ടുള്ള യൂസേജ് നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാൻ കാരണമാകും. ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള കാരണമാവും. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമുക്കിതിലേക്ക് ഒരു ചെറിയ താളിപ്പ് കൊടുക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. ജീരകം ഇഷ്ടമല്ലാത്തവർ മാത്രം അത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. പക്ഷേ ജീരകം നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതിന്. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഒരു 5 മുതൽ 6 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് എണ്ണയുടെ ആ ചൂടിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ശരീരത്തിന് നല്ലതാണ്. ഇതിൻ്റെ കൂടെ, ഈ ഒരു റെസിപ്പിയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേരുന്നത്. മാത്രമല്ല നല്ലൊരു രുചിയും കൊടുക്കും, നല്ലൊരു അരോമയും കിട്ടും. എന്നിട്ട് അത് നേരെ ബാർലി ജാവയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് ഇപ്പം മിക്സ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സിമ്പിൾ, പവർഫുൾ, ഹെൽത്തി ബാർലി ജാവ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഹെൽത്ത് കൺസേൺ കൊണ്ട് ഓയിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ചേർത്തെടുത്ത് അവിടെ നിർത്താം. ഈ ടെമ്പറിങ് പോർഷൻ, താളിക്കുന്ന പോർഷൻ ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാം. അങ്ങനെയും നല്ല ടേസ്റ്റി ആയിരിക്കും. വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.